കഴിഞ്ഞ മാർച്ചിലാണ് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി നമ്മൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അതിന്റെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അതിതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിതരണം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിലെന്തെങ്കിലും തടസ്സമുള്ളതാണോ? എന്താണ് അറിയാം? അല്ല, ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമാണ്. അത് കാലാനുസൃതമായി മാറ്റണം എന്ന് തന്നെയാണ് പൊതുവിൽ ജനങ്ങൾക്കും അഭിപ്രായം, ഞങ്ങൾക്കുള്ള അഭിപ്രായം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതെല്ലാം പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ, ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത്. ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത്. നിയമസഭയിൽ രേഖാമൂലം ഉന്നയിച്ച ഒരു അഴിമതി ആരോപണം അത് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി നൽകുകയും അത് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് മാത്രം ചെയ്തതാണെന്നും അതിൽ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണെന്നും അദ്ദേഹം പി.വി. അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇടപെടൽ അങ്ങയുടെ ഓഫീസിൽ എൻ്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്ന ഒരു ഓഫീസല്ല. ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല. ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല. പക്ഷേ അതിൽ ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിന് സഹായകരമാകുമെങ്കിലും നടക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് പാർട്ടിക്ക് പരാതി കൊടുത്തപ്പോൾ അന്ന് പറഞ്ഞത് PCC-യാണ് ഈ അന്വേഷണം തന്നെ അട്ടിമറിച്ചത്. ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു, അത് മറ്റൊരാൾ അപ്പോൾ പി ശശി തന്നെയാണ് ഈ പിന്നെ ഇയാൾ ഉപദേശിച്ചതെന്ന് പിന്നെ പറയുന്നു അല്ലേ? അതാണ് അത് നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനതൊന്നും പറയുന്നതല്ല നല്ലത്. അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ, അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ഇനി അഥവാ അത് ശരി. അല്ല, ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അൻവറല്ലല്ലോ. അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. അതിലൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കോളൂ. അല്ല, അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി. ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ. പക്ഷേ അദ്ദേഹം വന്ന വരവ്, ആ വരവിന് ശേഷം ഞങ്ങൾ കൂടെ നിന്നത്, ഞങ്ങൾ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ പറയുന്നതല്ലല്ലോ ശരി. ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. Chief Minister, a Thrissur native died in Russia. It has been confirmed by the MEA. For 8 months, the family has been trying to get him safely, but they have failed.
do you think the MEA has failed completely in getting back a Keralite safe back home? And what is the state government doing now to get the body back? Is there anything update on it? ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായൊരു വശമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ ഈ മറ്റ് സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. അതിൽ ചില പേരുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മറ്റൊരു രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് പത്രവാർത്ത വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ചെന്നപ്പോഴാണ് പിന്നെ പറയുന്നു ഇത് റഷ്യയിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് ഈ സൈന്യത്തിലേക്ക് ആളെ വിടുന്നു എന്ന് പറയുന്നത്. ഇങ്ങനൊരു അവസ്ഥ വലിയ തട്ടിപ്പും ഒരു തരത്തിലുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം. ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും യോജിച്ച് തന്നെ നീങ്ങേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് സംസ്ഥാനത്തിനുള്ളത്. ശബരി റെയിലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിലപാട്. അതിൽ ആവശ്യമായ പിന്തുണ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ്. അത് നടപ്പാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത്. ബാക്കി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. CMA ഗോപി ചെമ്മണ്ണൂരിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് ആ നടി പരാതി കൊടുത്തതിന് പിന്നാലെ FIR രജിസ്റ്റർ ചെയ്യുന്നു. 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ വ്യവസായിയാണ്. സാധാരണ കാണാത്തൊരു രീതിയാണ്. CMA കഴിഞ്ഞ ദിവസം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിലും അക്കാര്യം പറഞ്ഞു. സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇതൊരു മെസ്സേജ് ആണോ CMA? അതല്ല ഇനിയുള്ള കേസുകളിൽ അങ്ങോട്ടാണ് എന്നുള്ളതാണോ? അതല്ല എത്ര വലിയവനായാലും വിടില്ല എന്നുള്ളതാണോ? എന്താണ് മെസ്സേജ്? ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ? കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തയാൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നും പരിഗണിക്കില്ല. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ്. അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും അത് തന്നെയാണ് തുറന്നു പോവുക.